ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഇന്ന് നമുക്ക് വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് മസാലപ്പൊടികളൊന്നും ചേർക്കാതെ ചിക്കൻ ഉപയോഗിച്ച് എളുപ്പത്തിലൊരു ഡിഷ് തയ്യാറാക്കാം. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണിത്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ആദ്യം നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കുന്നതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ പീസുകളായി കട്ട് ചെയ്ത 1/2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 150 ഗ്രാം തൂക്കമുള്ള ചുവന്നുള്ളി ചതച്ചത്. ഇത് മീഡിയം സൈസുള്ള ഏകദേശം 40 ചുവന്നുള്ളി ഉണ്ട്. ചതച്ചതിന് ശേഷം അളവ് കപ്പിന് 1 കപ്പുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി, ഒത്തിരി അരഞ്ഞു പോകണ്ട. 3 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇതിൽ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും 1/2 ടേബിൾ സ്പൂൺ നാടൻ മുളകും ക്രഷ് ചെയ്തതാണ്. 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 തണ്ട് കറിവേപ്പില, 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ. വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിനായി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ചുവന്നുള്ളിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കണം. ചുവന്നുള്ളി നന്നായി ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഏകദേശം 5-8 മിനിറ്റ് സമയം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ചിക്കനും ഒരു ടീസ്പൂൺ ഉപ്പും 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി ചേർക്കാം. ഇനി നമുക്ക് തീ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഏകദേശം 20 മിനിറ്റ് സമയമെടുക്കും ചിക്കൻ വെന്ത് കിട്ടാൻ. ഇപ്പോൾ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യമുണ്ടോ എന്ന് നോക്കാട്ടോ. കുറച്ച് കുറവുണ്ട്, ഒരു 1/4 ടീസ്പൂൺ കൂടി ചേർക്കുകയാണ്. ആകെ 1.25 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. മുളകും ഉപ്പും നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. എരിവും കുറച്ച് മധുരവും പുളിയും ചേർന്നതാണ് നമ്മുടെ ഈ ഡിഷ്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് നന്നായി ഇളക്കി ഒരു 2 മിനിറ്റ് കൂടി മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഈ സമയം തീ ലോ ഫ്ലെയിമിലേക്ക് വെക്കാട്ടോ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്